ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് കേട്ടോ. ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചിട്ടും അങ്ങോട്ട് നമ്മുടെ രാജ്യത്തിനെ അങ്ങോട്ട് അസ്ഥിരപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ ഒന്ന് ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ള നീക്കത്തോടു കൂടി നടക്കുകയാണ്. അപ്പൊ പഴയ ഇന്ത്യ അല്ല ഇത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ എന്തും വളരെ എളുപ്പമായിരുന്നു. ഇങ്ങോട്ടേക്ക് ഈസി ആയിട്ട് അമേരിക്കയുടെ സാധനങ്ങൾ അയക്കാം, മരുന്ന് കയറ്റി അയക്കാം, എന്ത് വേണമെങ്കിലും നടത്താം, അകത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാക്കാം. അമേരിക്കയ്ക്ക് നമ്മളെ നമ്മളെയും വേറെ ഒരു രാജ്യത്തെയും തമ്മിൽ അടുപ്പിച്ചിട്ട് ആയുധ കച്ചവടം നടത്താം. വളരെ ഗംഭീരമായിട്ട് അമേരിക്ക ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്നത്. അതിനുശേഷം അമേരിക്കയ്ക്ക് ഒന്നും നടക്കുന്നില്ല. കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ചിറ്റിപ്പോയല്ലോ. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം, കർഷക നിയമം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഒരുപാട് ഇപ്പൊ വോട്ട് ചോറിയുമായിട്ട് ബീഹാറിന്റെ കുഗ്രാമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി തേരാപ്പാര നടക്കുകയാണ്. മലയാള മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന വാർത്ത ഉണ്ടല്ലോ. മലയാള മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ എന്താ പറയാ തേരോട്ടം, തേരോട്ടമാണ്. രാഹുൽ ഗാന്ധിയുടെ മറ്റേ വലിയ ഒരു റാലി ഒക്കെ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. തൊട്ടുപിറകെ തന്നെ ഇപ്പൊ ഫാക്ട് ചെക്കിൽ വരുന്നു, ഇത് രാഹുൽ ഗാന്ധിയുടെ ഒന്നുമല്ല, ഇത് വേറെ ഏതോ ആണെന്നൊക്കെ പറഞ്ഞു വരുന്നു. ട്വിറ്ററൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇയാൾ എങ്ങനെയാണ് ആ രാജ്യം ട്രീറ്റ് ചെയ്യുന്നത്, രാജ്യമല്ല സ്റ്റേറ്റ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. തെറിയാണ് വിളിക്കുന്നത് ഓരോരുത്തന്മാര്. കാരണം രാഹുൽ ഗാന്ധി ജീപ്പിൽ പോകുമ്പോൾ ഒരു പോലീസുകാരനെ ഇടിച്ചിട്ടല്ലോ, അയാള് ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ജീപ്പിൽ പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇയാളുടെ ജീപ്പിന്റെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ജീപ്പിന്റെ പുറകെ ഓടി ആ കുട്ടി ആ ടാറിട്ട റോഡിൽ മുഖം ഇടിച്ചു വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ മുഖം ഇടിച്ചു വന്ന് വീഴുന്ന ആ ദൃശ്യങ്ങൾ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പോരാത്തതിന് അതിന് വലിയ വിമർശനം വരുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേജ് ചെയ്ത സാധനങ്ങളാണെങ്കിലേ പൊന്നുമോളെ രാഹുൽ ഗാന്ധി വണ്ടി നിർത്തി പുറത്തിറങ്ങി പൂ മേടിക്കും. മോള് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞില്ലല്ലോ, ആദ്യം കോൺഗ്രസ്സുകാരെ സമീപിക്കുക, അപ്പൊ പറയും രാഹുൽ ഏട്ടൻ ഇങ്ങനെ വരും, രാഹുൽ ഏട്ടൻ വരുമ്പോൾ മോള് കരയണം, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനിടയിൽ അമേരിക്കയിൽ വരുന്ന വാർത്ത മറ്റേ വേട്ടാവളിയെ നവാരോ ട്രംപിനെ സൂചിപ്പിച്ച് നിൽക്കുന്ന. അപ്പോ അത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ട്രംപിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രംപ് മരണപ്പെട്ടാൽ ഞാൻ റെഡിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ. ഇന്ന് ആ പ്രസ്താവന കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ നവാരോ ഒന്നുകൂടെ അളിയനെ ഒന്ന് സൂചിപ്പിച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട പ്രസ്താവന, ഒരു തറ പ്രസ്താവന എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഇന്ത്യ ഈ ഇന്ത്യയിലുള്ള ഈ കച്ചവടങ്ങൾ, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ആ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. ഞാൻ ആലോചിച്ചു, എടാ ഈ അമേരിക്കക്കാരനും ബ്രാഹ്മണനും തമ്മിൽ എന്താടാ ബന്ധം? ഞാനിങ്ങനെ ആലോചിച്ചു. ഇതല്ലേ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്? 24 മണിക്കൂർ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ ബ്രാഹ്മണന്മാര്, ദളിതർ എന്നുള്ള സംഭവമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ ഭാഷയാണല്ലോ ഇവന് സംസാരിക്കുന്നത്. സംതിങ് ഫിഷി ആണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി മെനിങ്ങാന്ന് മെനിങ്ങാന്നോ നാലാന്നോ ഒരു പ്രസ്താവന ഇറക്കി. അതിന് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഗോഡ്സെ ഗാന്ധിയെ കൊന്നത് മറ്റേ ഭരണഘടനയോടുള്ള ആ ഒരു ഇത് കൊണ്ടാണ്, എതിർപ്പ് കൊണ്ടാണെന്ന്. അത് ചീറ്റിപ്പോയി. മെനിങ്ങാന്നോ നാലാന്നോ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇന്ത്യയിലുള്ള എത്ര പ്രൈവറ്റ് ഫേംസില് ഈ എന്താണ് ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ സിഇഒമാരായിട്ടുണ്ടെന്ന്. എന്തൊരു മണ്ടത്തരമായിട്ടുള്ള പ്രസ്താവന. പ്രൈവറ്റ് ഫേംസിൽ സിഇഒമാരായിട്ട് എത്ര ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മണ്ടത്തരം അവിടെ നിൽക്കട്ടെ, പോട്ടെ. ഈ ദളിതന്മാരെ കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞ് രാജ്യത്ത് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല ആൾക്കാർ. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ ഇവന്റെ വാർത്ത എടുത്ത് കൊടുക്കുന്നതെന്നെങ്കിലും പറയാം. ഇപ്പൊ അതുപോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലുള്ളവർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ഈ നവാരോ എന്ന് പറയുന്നവൻ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ചായ്വുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ചാഞ്ഞു വരുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യയിൽ ജാതീയപരമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാൻ അമേരിക്ക എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കൂടെ ഉണ്ട്. ഈ ട്രംപിനെതിരെയും അമേരിക്കൻ സർക്കാരിനെതിരെയും അമേരിക്കൻ ജൂത കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ആ ജൂത കമ്മിറ്റി രംഗത്തെത്തിയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്രൈൻ സംഘർഷത്തിന് ഇന്ത്യ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്. ഇവൻ നേരത്തെ ഇറക്കിയ പ്രസ്താവനയാണ്. യുക്രൈൻ സംഘർഷത്തിന് ഉത്തരവാദി ഇന്ത്യയാണ്. യഥാർത്ഥത്തിൽ യുക്രൈനിലോട്ട് നമ്മൾ ഡീസൽ കയറ്റി അയക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നതുകൊണ്ടാണ് റഷ്യക്ക് പൈസ കിട്ടുന്നത്. ആ പൈസയാണ് യുക്രൈൻ സംഘർഷത്തിന് റഷ്യ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ ഫലസ്തീനിലുള്ളവരെ പോലെ കിടന്ന് വിലപിക്കുകയാണ് അവന്മാര്. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഇതാണ് അവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ലൈൻ എന്ന് പറയുന്നത്. മൂന്ന് വിട്ടൊരു കളിയില്ല. അപ്പൊ അതുപോലെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇന്ത്യയാണ് ഇവരെ എല്ലാം കൊന്നൊടുക്കാനായി റഷ്യക്ക് ഫണ്ട് ചെയ്യുന്നത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇത് വാങ്ങിക്കുന്നത്. അത് ഇന്ത്യയൊക്കെ പറഞ്ഞിട്ടുള്ളതാ. യൂറോപ്പ് അങ്ങേയറ്റം ഗംഭീരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തില്
എങ്ങനെയാണ് യുക്രൈൻ സംഘർഷത്തിന് ഇന്ത്യ ഉത്തരവാദിയാകുന്നത് എന്ന് ജൂത കമ്മിറ്റി ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യ അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഈ US ഉദ്യോഗസ്ഥരുടെ വിമർശനം ആഴത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണെന്ന് ഈ ജൂത കമ്മിറ്റി പറയുന്നുണ്ട്. പിന്നെ വേറൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട് കേട്ടോ. ഈ 100ാമത്തെ ദിവസത്തില് ഒരു കരാറുണ്ടാക്കാനാണല്ലോ ട്രംപ് ഓടിപ്പടഞ്ഞ് നടന്നത്. ഇപ്പൊ വിയറ്റ്നാമുമായിട്ട് ഒരു കരാറുണ്ടായി, സ്വതന്ത്ര വ്യാപാര കരാർ. പക്ഷെ വലിയ ഗുണമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ട്രംപ് യൂറോപ്പുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ട്രംപിന് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു കരാറായിരുന്നു. ജപ്പാനിൽ $550 ബില്യൺ ഒരു കരാർ എന്തായാലും നമുക്ക് കിട്ടുമല്ലോ എന്ന്. അക്കാസാവ അങ്ങോട്ട് പോകാനായിട്ടിരുന്നതാണ്. അപ്പൊ അക്കാസാവയും കാത്തിരുന്നിട്ടുണ്ട്. ആ സമയത്താണ് നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിക്കുന്നത്. അപ്പൊ അക്കാസാവ പറഞ്ഞു, ഈ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തിട്ട് നമുക്ക് കരാർ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നത് കരാർ ഉണ്ടാക്കുന്നില്ല എന്നാണ്. അതായത് ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ്. ഈവൻതോ അവര് അവിടെ ഹിറോഷിമ നാഗസാക്കിയിൽ ബോംബ് ചെയ്തെങ്കിലും അമേരിക്കയുടെ അടിമ രാഷ്ട്രമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാനിലെ ജനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അടിമകളായി അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നവരെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് എഴുതുന്നത്. അവര് നരേന്ദ്രമോദി ഒന്ന് അതുവഴി കയറി ഇതുവഴി ഇറങ്ങിയപ്പോഴേക്കും അമേരിക്ക എതിർത്ത് പറയുകയാണ്. അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങൾ കരാറ് ഒപ്പിടുന്നില്ല എന്ന് പറയാം. എന്താണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ ലോകക്രമം സമ്പൂർണ്ണമായിട്ട് മാറി നമ്മുടെ ഭാഗത്തേക്ക് ചായ്ഞ്ഞു വരികയാണ്. ഇത് ഇപ്പം അമേരിക്കയുടെ ഈ ട്രംപ് ഭരണകൂടം, നേതാവ് എന്ന് പറയുന്നത് ട്രംപായിട്ട് തന്നെ കണക്ക് കൂട്ടണം. ഒഫീഷ്യൽ വ്യക്തിയാണ്, രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നതിനെയും നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ കാണണം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണർ നേട്ടം ഉണ്ടാക്കും. ഇത് ആദ്യമായിട്ടല്ല സായിപ്പ് പറയുന്നത്. ബ്രിട്ടീഷുകാര് ഇന്ത്യ പിടിച്ചടക്കി കഴിഞ്ഞിട്ട് അവർ ആദ്യം ചെയ്തത് ജാതീയപരമായി ഇന്ത്യയെ വിഭജിക്കാനായിരുന്നു. അത് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അവർ മതപരമായിട്ട് വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ആക്കി. അന്ന് ബ്രിട്ടീഷുകാർ 100-200 കൊല്ലം ഭരിച്ചപ്പോൾ അവർ ഈ ഇന്ത്യയിൽ ഉടനീളം ജാതീയപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വലിയ ശ്രമം നടത്തിയവരാണ്. അവർ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജാതീയപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നേട്ടം കൊയ്യാൻ ശ്രമിച്ചിരുന്നു. അതിലൊരു പരിധിവരെയൊക്കെ അവർ വിജയിച്ചിരുന്നു. ഇന്നിപ്പോൾ ജാതീയപരമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് ചില പുതിയ സഭകളുണ്ട്. ഈ പെന്തക്കോസ്ത് സഭയിൽ തന്നെ ചില വിഭാഗങ്ങളുണ്ട് മതപരിവർത്തനം നടത്തുന്നത്. അവർ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ് ട്രംപ് പറഞ്ഞത്. കാരണം അവരുടെ ദൈവമാണ് ട്രംപ്, അവരുടെ രാജ്യമാണ് അമേരിക്ക എന്നാണ് പറഞ്ഞത്. അപ്പം സായിപ്പ് അത് പറയുന്നത് പുതിയുള്ളൊരു കാര്യമല്ല. ഇത് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് അതിന് വലിയ പ്രസക്തിയില്ല. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവുകേട് കൊണ്ടാണോ എന്നറിയത്തില്ല. ഈ റിലയൻസിന്റെ അംബാനി, അദ്ദേഹം ഈ ബനിയ വിഭാഗത്തിൽ വരുന്നത്. അതൊരു വ്യാപാര സമൂഹമാണത്, അത് ബ്രാഹ്മൺ സമൂഹമല്ലത്. ആ ബനിയയുടെ തന്നെ താഴെ തൊട്ടുള്ളൊരു ഇതിലാണ് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി. ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി മറ്റേ അദാനിയെ കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹം ജയിനാണ്, ഹിന്ദു പോലും അല്ല. 2 കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ടാറ്റ ആണെങ്കിൽ പാഴ്സിയുമാണ്. ടാറ്റ ഇത് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇതാണ് ഇതിൽ പറയും. ഇനി റഷ്യയാണോ ബ്രാഹ്മണരെന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. കാരണം റഷ്യ ഒരു ഓർത്തഡോക്സ് കൺട്രിയാണ്, അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് കൺട്രിയാണ്. എനിക്ക് പ്രൊട്ടസ്റ്റന്റുകൾ ഓർത്തഡോക്സുകളെ ബ്രാഹ്മണരായിട്ടാണോ കാണുന്നതെന്നും നമുക്കറിയില്ല. ഏതായാലും ഇന്ത്യയിൽ പഴകി തുരുമ്പിച്ച ഒരു നരേറ്റീവാണ് മുന്നോക്ക ജാതി, പിന്നെ ബ്രാഹ്മണർ, ദളിതർ എന്നൊക്കെ ഉള്ളത്. അതിപ്പോ ആകെ പറയുന്നത് കുറെ ഈ മതം മാറ്റ ലോബികളും അവരെ പിന്തുണയ്ക്കുന്ന യൂട്യൂബേഴ്സും മാത്രമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നടക്കുന്നത്. അതായത് ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നത് ഈ ഹിന്ദുക്കളുടെ ജാതീയത കൊണ്ടാണ്. ഈ പറയുന്നവൻ മുഖ്യധാര സഭകളിൽ ഏതിൻ്റെങ്കിലും പള്ളിമുറ്റത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. അവിടുത്തെ സെമിത്തേരിയിൽ ശവമടക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ വെച്ചൊരു കല്യാണം നടത്താൻ പറ്റുമോ? പറ്റില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് എവിടുന്നെങ്കിലും പെണ്ണ് കിട്ടുമോ? പറ്റില്ല. ഭയങ്കര തിക്ത അനുഭവം കിട്ടുന്ന അവരാണ് പറയുന്നത് ഹിന്ദുമത ജാതീയത ഉണ്ട്. ഹിന്ദുവിന് ഇന്ന് ഒരു ക്ഷേത്രത്തിലും ഇന്ത്യയിൽ കയറാൻ യാതൊരു വിലക്കുമില്ല. ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇന്ന് എങ്ങുമില്ല. ഇന്ന് ജാതീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് BJP അടിക്കടിക്ക് ജയിക്കുന്നത്. മുമ്പ് BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, BJP പിന്നോക്ക വിരുദ്ധവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്ക ദളിത് MP-മാരുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ദളിത് MLA-മാരുള്ള പാർട്ടി BJP ആണ്. എന്തിനേറെ പറയുന്ന ഒരു OBC-കാരൻ ഭരിക്കുന്നു, ഒരു ഗോത്രവർഗ വനിത ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് പൊസിഷൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നു, ഒരു ജൈനൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് ബ്രാഹ്മണ മേധാവിത്വം? ശരിക്കും ബ്രാഹ്മണരാണ് പ്രശ്നത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നുള്ളത്. അത് വളരെ വിചിത്രമായ കാര്യം. പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധി എന്തിനാണ് ഇപ്പൊ ബീഹാറിൽ ജാതീയത എടുത്തിട്ട് ധനുഷിന് മനസ്സിലായോ? കാരണം ബീഹാറിൽ പിന്നോക്ക ദളിത് വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ആ വോട്ടുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഡയലോഗ് UP പറയില്ല, ഈ ഡയലോഗ് ഉത്തരാഖണ്ഡിൽ പറയില്ല, ഈ ഛത്തീസ്ഗഡിൽ പറയും, ഉത്തരാഖണ്ഡിൽ പറയില്ല, മറ്റിടങ്ങളിൽ പറയില്ല. കാരണം എന്താണ്? നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ. ഞാൻ
ബംഗാളി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് പ്രിയങ്ക പൊട്ടും മറ്റേ ചന്ദനക്കുറിയൊക്കെ വാരിപ്പൊത്തിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ഒരടി കൂടെ കയറി പറഞ്ഞ് ഞാൻ കാശ്മീരി പണ്ഡിറ്റാണ്, കാശ്മീരി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഉം, പിറ്റേ ദിവസം അദ്ദേഹം ഒരു പള്ളിയിലോട്ട് വലിഞ്ഞേരാ അവർ കയറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. അവിടെ ചെന്ന് മറ്റേ ക്യാപ്പും ഒക്കെ വാങ്ങിയിട്ടിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഇതിന്റെ ആശയങ്ങളുമായിട്ട് പോകുന്നതാണ്, ഞാൻ ഇതിന്റെ വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞു. ഉം. അടുത്ത ദിവസം പിന്നെ പരമ്പരാഗതമായ ഒരു ക്രിസ്ത്യൻ ആചാരങ്ങൾ പാലിക്കുന്നതാണ്. പിന്നെ അതിനകത്തില്ല. അങ്ങനെ 3 ഇതിലും പുള്ളി ഒരാഴ്ച തന്നെ മാറി മാറിപ്പോവും. ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാമെങ്കിൽ യഥാർത്ഥത്തിൽ ഫോട്ടോ കിട്ടും. ഞാൻ ഈ ആൾക്കാരുടെ ജാതി, മതം, ഈ കാര്യങ്ങളൊന്നും ഞാൻ ബേസിക്കലി ഞാൻ ചെയ്യാത്ത ഒരാളാണ്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആരാണ്? പലർക്കും അറിയില്ല. ആ, ചില ആൾക്കാർ അല്ല പറയുന്നു ഇയാള് രാഹുൽ അല്ലെ ഗാന്ധി അല്ല, ഇയാള് രാഹുൽ ഗണ്ഡിയാണ്. ചില ആൾക്കാർ പറയുന്നു ഇയാള് രാഹുൽ ഗണ്ഡിയുമല്ല, ഇയാളുടെ യഥാർത്ഥത്തിൽ പേര് റൗൾ വിൻസി ആണെന്ന്. ചില ആൾക്കാർ പറയുന്നു ഇയാൾ ഇന്ത്യൻ പൗരനല്ല, ഇയാൾ ബ്രിട്ടീഷ് പൗരനാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഇയാൾ ആരാണ്? നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാണ്! ഇതുപോലൊരു ആളെയാണ് എന്താണ് സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ല അയാൾക്ക്. അയാളെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ അവർക്ക് വിവരമുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള കുറെ മതമൗലികവാദികൾ സുഡാപ്പി, കാരണം അവർക്ക് അവരുടെ രാജ്യം വളർത്തണം, അതിന് ഈ മണ്ടം വന്നാലേ നടക്കുള്ളൂ. അതാണ് സ്വാഭാവികമായിട്ടുള്ള പച്ചയായിട്ടുള്ള ബേസ്മെന്റും സത്യവും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റിച്ചേട്ടാ. ആരാണ് ഇയാള്? ഇയാൾ ഏതാണ് അല്ല സംഭവം? ഞാന് ചെറിയ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ നമ്മൾ കടന്നില്ല, എങ്കിലും ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഉം. പറയാം. ഇത് ഇറ്റലിയിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് രജിസ്റ്റർ ചെയ്തതും അവിടുത്തെ പള്ളിയിൽ മാമോദീസം ഒക്കെ ഇട്ട പേരാണ് ഈ എന്താ എന്തറൗൺസി ആണ് റൗൾ പറഞ്ഞത്, വിൻസി, റൗൾ വിൻസി, റൗൾ വിൻസി. റൗൾ വിൻസി എന്നുള്ളത്. അത് പിന്നീട് പാസ്പോർട്ടിൽ കണ്ട് ആരോ പൊക്കിയെടുത്തതാണ്. ഇത് പിന്നെ വിവാദമായത്. ഗണ്ഡി ഉം, എന്ന് പറഞ്ഞ അപ്പൂപ്പന്റെ ആ, പിന്നെ പേരാണ്. ഫിറോസ് ഗണ്ഡി ആയിരുന്നു. ഗാന്ധി അല്ല, ഉം, ഗാന്ധി ബ്രാഹ്മണനാണ്, ഗണ്ഡി ബ്രാഹ്മണനല്ല. അപ്പൊ ഉം, ഗണ്ഡി എന്നുള്ളതാണ്. ഇപ്പൊ ഗണ്ഡിയും ഗാന്ധിയും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഉം. വെറ്റക്കാരൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഷോറൂം ഉണ്ട്, വെറ്റക്കാരൻ എന്ന്. അപ്പൊ ഇത് വായിക്കുന്ന എന്താ വായിക്കുന്നത് വെച്ചാൽ വെട്ടക്കാരൻ എന്നാണ്. അതുപോലെ തന്നെ Correct. കുറ്റൂക്കാരൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൂട്ടുകാരൻ എന്നും വായിക്കാം. എന്ന് പറഞ്ഞാൽ ഉം, ഗണ്ഡി എന്ന് എഴുതുമ്പോൾ ഗാന്ധി എന്ന് വായിക്കാം. പിന്നെ ഗാന്ധിയുടെ പേര് പറഞ്ഞാൽ ആ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എല്ലാ കാലത്തും. അതുകൊണ്ടാണ് ഈ ഉം. ഗാന്ധി എടുത്തിട്ടില്ല. അത് ആ ഗാന്ധി ഇതുമായിട്ട് ബന്ധമില്ല. ഇപ്പൊ ഏകദേശം സംശയം തീർന്നു കാണുമെന്ന് തോന്നുന്നു. ഓക്കെ. ഇനി നമുക്ക് ജപ്പാന്റെ കാര്യത്തിലേക്ക് വരാം. ജപ്പാൻ എന്തുകൊണ്ട് ഇതിന് ഈ കരാറിൽ പിൻവലിയുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെപ്പോലെ തന്നെയാണ് ജപ്പാനിലും അനുഭവിക്കുന്നത്. കാരണം ട്രംപ് ജപ്പാനോട് പറഞ്ഞത് അമേരിക്കയുടെ അരി വാങ്ങണം നിങ്ങളെന്നാണ് പറഞ്ഞത്. അതായത് ജനിതക ഉം, മാറ്റം വരുത്തിയ അരിയുണ്ട്, അത് നിങ്ങൾ വാങ്ങണം. വളരെ വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ ജപ്പാനിൽ കൃഷിയുണ്ട്, ഈ അരിയുടെ കൃഷിയുണ്ട് അവർക്ക്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് പറയുന്നത് നിങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ നിന്ന് അരി വാങ്ങിയാൽ മതി. അതായത് ഇന്ത്യയിലെ കാർഷിക പാലുൽപാദന മേഖലയിൽ കടന്നു കയറുന്നതിന് ട്രംപ് പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ അതും ജപ്പാൻ അംഗീകരിച്ചു. ഓക്കെ, നിങ്ങളുടെ അരി ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ ചോദിച്ചു ഞങ്ങളുടെ ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെ നിങ്ങൾ താരിഫ് കുറച്ച് തരുമോന്ന് വെച്ചാൽ അത് തരില്ല. ഇന്ത്യയോടും ഉം, പറഞ്ഞതാണ്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ താരിഫ് ചുമത്തും, പക്ഷെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ താരിഫും ചുമത്തരുത്. ഞങ്ങൾ നിങ്ങളുടെ പാല് തരും, അതായത് ഞങ്ങളുടെ നോൺ വെജ് കഴിക്കുന്ന പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണം. പച്ചക്കറി ജനിതക മാറ്റം വരുത്തിയത് പച്ചക്കറി നിങ്ങൾക്ക് തരും, നിങ്ങൾ കഴിക്കണം. കാരണം എന്താണ്, ഈ പച്ചക്കറി ഉം. തരുമ്പോൾ അതൊരു വലിയ സംഭവമുണ്ട്. ജനിതക മാറ്റം വരുത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മെഡിക്കൽ കമ്പനിയും എത്തും. അതെ. അതായത് രോഗാതുരമായ ഒരു ജനത ഇന്ത്യയിൽ സൃഷ്ടിക്കുക, അതിന് പിന്നാലെ മെഡിസിൻ കൊണ്ടുവന്ന് വീണ്ടും നശിപ്പിക്കുക എന്നുള്ള ഒരു പഴയ പാശ്ചാത്യ രീതിയാണ്. ആ കാലമൊക്കെ പോയി. ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഫാർമസിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് രാജ്യങ്ങൾക്ക് നമ്മൾ മരുന്ന് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരിടത്തേക്കാണ് ഇങ്ങോട്ടേക്ക്. നമ്മളറിയാം ആ വാക്സിൻ നരേന്ദ്രമോദി വേണ്ട എന്ന് വെച്ചതാണത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. മരുന്ന് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നില്ലെന്നുള്ള എടുക്കുന്നുണ്ട്. നമുക്കറിയാം ഉം, ഏറ്റവും വലിയ മാഫിയ ലോകത്തിലെ ഡ്രഗ് മാഫിയാണ്, അതായത് ഈ മെഡിസിൻ മാഫിയയാണ്. ആ മെഡിസിൻ മാഫിയ എന്ന് പറഞ്ഞ് മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് ചില ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ മരുന്നിന്റെ പരീക്ഷണം വരെ നടത്തിയിരുന്നു, ഗിരിപ്പന്നികളെ പോലെ. അപ്പം ഉം, അത് പറ്റില്ല എന്ന് നമ്മൾ തീർത്തും പറഞ്ഞു. അതുപോലെ നമ്മുടെ കാർഷിക മേഖല തകർക്കാനും കഴിയില്ല എന്ന് തീർത്തും ഇന്ത്യ പറഞ്ഞു. അതേ മെത്തേഡിലേക്കാണ് ഇപ്പോൾ ജപ്പാൻ പോകുന്നത്. ജപ്പാന്റെ ഈ കസവോ എന്ന് പറയുന്ന ആ വിദേശകാര്യ മന്ത്രി പറഞ്ഞ കാര്യം ഒരുപക്ഷെ വ്യാപാര ചർച്ച നീണ്ടുപോയേക്കാം, നടക്കാതെയും ഇരിക്കാം എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് നടക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവിടുന്ന് ഇങ്ങോട്ട് തരുന്ന അരി നിങ്ങൾ വാങ്ങിച്ചോണം, ഇല്ലെങ്കിൽ ഞങ്ങൾ തരുന്നതൊക്കെ ഉം. നിങ്ങൾ ഫ്രീ ഇതിലേക്ക് താരിഫിൽ വാങ്ങണം, പകരം നിങ്ങൾ കയറ്റി വിടുന്നതിനൊക്കെ ഞങ്ങൾ താരിഫ് അടിക്കും എന്ന് പറയുമ്പോൾ അത് ജപ്പാനെ പോലൊരു രാജ്യം കേൾക്കാൻ സാധ്യത. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ട്രംപിന്റെ ഈ പിടിവാശി മൂലം അവരുടെ ഒപ്പം നിന്നിരുന്ന പല രാജ്യങ്ങളും അകന്നു തുടങ്ങും. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വാർത്തയുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ
എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക് അത് പോവുകയാണ്. അവിടെ നേരത്തെ ഉണ്ടാകുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു. അതിൽ അമേരിക്ക, സൗത്ത് കൊറിയ, ജപ്പാനായിരുന്നു. അത് ഉത്തര കൊറിയ തടയുക എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഇന്ത്യ തന്നെയാണ്. കാരണം പുടിനുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ സമരസപ്പെട്ട് പോകാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് അത് പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ജപ്പാനിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായിട്ടുള്ള ബന്ധം വിശദീകരിച്ചതെന്നാണ്. ജപ്പാൻ, ചൈന എന്നുള്ള ശത്രു രാജ്യങ്ങളാണെന്ന് ഇവിടെ ആലോചിക്കണം. അവിടെ വെച്ചാണ് പറയുന്നത് ചൈനയുമായി മുമ്പോട്ട് പോകേണ്ട ആവശ്യകത കൂടുതലാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ്, 300 കോടിക്ക് അടുത്ത് വരുന്ന ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ്. അത് ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞ് ജപ്പാന്റെ മണ്ണിൽ വെച്ചാൽ അവിടെ പോയിട്ടാണ് നേരെ അദ്ദേഹം ടിയാൻജിലേക്ക് എത്തുന്നത്, ചൈനയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ കാലാകാലങ്ങളായിട്ട്, കാരണം ഇവരുടെ ലക്ഷ്യം അതാണ്. ഇവർ ട്രംപിനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, ട്രംപ് വന്നാൽ ഇന്ത്യ ഇതാ പിടിച്ചെടുക്കും, ഇവിടെ മറ്റേ ദൈവരാജ്യം വരും എന്ന് പറയുമ്പോൾ ഇവരുടെ അതേ സ്ലോഗൻ തന്നെയാണ് അവിടെ. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ തൊട്ട് ഇറക്കുന്ന സായിപ്പ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ആദ്യം ജാതീയപരമായി ഡിവൈഡ് ചെയ്ത് ഇന്ത്യ ഭരിക്കാൻ നോക്കി. പിന്നെ അത് നടക്കുന്നുണ്ടപ്പോൾ മതപരമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അതിന്റെ ആ ഏറ്റവും തറ ഫോമാണ് ഒരു പ്രസിഡന്റ് തന്നെ, ഇല്ലെങ്കിൽ അവരുടെ ഭരണാധികാരി തന്നെ പറയുന്നത് എന്നുള്ളതാണ്. അതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം ട്രംപ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒരു നിലവാരം ഇതാണ്. ഞാൻ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നു, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ടൊരു ക്ലാഷ് അല്ല ഇത്. പകരം ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ തലതിരിഞ്ഞ നയമാണ്. ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം കൂടെ പറയാം. ട്രംപ് ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാരണം അവിടെ ഒരു സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ട്രംപിന് ഈ താരിഫ് അധികാരമില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ നമ്മുടെ സമ്പത്ത് നശിക്കും, അമേരിക്കയുടെ സൈനിക ശക്തി നശിക്കും, ഈ അമേരിക്ക തന്നെ ഇല്ലാതാകും, മൂന്നാം ചേരിയിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത രാജ്യമായി പോകുമെന്ന് ട്രംപ് പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ട്രംപ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടു എന്നും കൂടെ നമ്മൾ നോക്കണം. ട്രംപിന്റെ ധാർഷ്ട്യമല്ല, അമേരിക്ക ഇന്ന് അനുഭവിക്കുന്ന ക്രൈസിസ് അതാണ്. കാരണം അവർക്ക് സാമ്പത്തികമായി വലിയ കടബാധ്യതകളുള്ള ഒരു രാജ്യം തന്നെയാണ്. സാമ്പത്തികമായി ഒന്നാം സ്ഥാനത്താണെങ്കിൽ പോലും അത്രയും തന്നെ അവർക്ക് കടവുമുണ്ട്. അപ്പോൾ ഈ താരിഫ് വർധനവിലൂടെ അവർക്ക് കൂടുതൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ താരിഫ് വർദ്ധിപ്പിച്ചത് തന്നെ. പക്ഷെ ഇപ്പോൾ എന്താണത് സംഭവിച്ചത്? കാരണം പണമില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. സ്വാഭാവികമായി തന്നെ സൈനിക പ്രതിരോധ ശേഷി കുറയും. എല്ലാ രാജ്യത്തിനും അങ്ങനെ, ഇന്ത്യക്കും അങ്ങനെയാണ്, അമേരിക്കയ്ക്കും അങ്ങനെ, റഷ്യ, എല്ലാവർക്കും അങ്ങനെയാണ്. അത് കുറഞ്ഞാൽ എന്ത് പറ്റും? ഭരണം ദുർബലപ്പെട്ടു പോകും. ഭരണം ദുർബലപ്പെട്ട എന്ത് പറ്റും? രാജ്യത്തെ അരക്ഷിതാവസ്ഥയും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വരുമ്പോൾ ഇവിടെ കിടന്ന് മുട്ടിടിക്കുമായിരുന്നു പലരുടെയും. എന്താണ്? അയ്യോ, നമ്മളും പാകിസ്ഥാനോട് അടിച്ചു കഴിഞ്ഞാൽ അവന്മാർ അണുവായുധം എടുത്ത് ഇടത്തില്ലേ, അല്ലെങ്കിൽ അവന്മാർ നമ്മളെ കയറി മേയത്തില്ലേ, നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ കരുത്തോടു കൂടി അവരെ തിരിച്ചടിക്കുന്നു. ഇപ്പൊ ആളുകൾ പറയുന്നു വേണ്ടി നമ്മൾ ചൈനയും അടിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ട്രംപ് അനുഭവിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് തന്നെ ഉണ്ട്. ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് കൂടി കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് സൈന്യത്തെ തന്നെയാണ്. കാരണം അവർക്ക് മെച്ചപ്പെട്ട ആയുധങ്ങൾ ഉണ്ടായില്ല, അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടെ ഒരു ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മാറ്റിവെക്കുന്നത് സൈന്യത്തിന് വേണ്ടി തന്നെ, ഡിഫൻസിന്റെ ഇതിനു വേണ്ടി തന്നെയാണ് മാറ്റിവെക്കുന്നത്. അപ്പൊ അതില്ലാതെ വന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് വലിയ വാല്യൂ ഇല്ലാതെ വരും. ഇവിടെയാണ് ഈ ട്രംപ് കാണിക്കുന്ന ഈ അബദ്ധം. ട്രംപാണ്, ധനുഷ് നോക്കിക്കോ, ഈ ട്രംപ് മാറിയിട്ട് ഈ ട്രംപിന്റെ സ്ഥാനത്ത് വേറെ ഏത് ഭരണാധികാരി വന്നാലും അവരാദ്യം ചെയ്യുന്നത് ഇന്ത്യയുമായിട്ടൊരു മുറിവുണക്കലിലേക്കായിരിക്കും അവർ പോകുന്നത്. പക്ഷെ മോദി ഇരിക്കുന്നിടത്തോളം കാലം എത്രത്തോളം ഇനി പഴയതുപോലെ, കാരണം ഇന്ന് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ ഷീ ജിൻപിങ്ങിനെ കണ്ടപ്പം മോദി കൈ കൊടുക്കുകയാണോ കെട്ടിപ്പിടിക്കുകയാണോ എന്ന് ഞാൻ നോക്കിയത്. പണ്ടൊരാളെ കെട്ടിപ്പിടിച്ചതിന്റെ ഒരു തിക്തഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ അത് നോക്കി പക്ഷെ അദ്ദേഹം ഷെയ്ക്കാൻ നൽകുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയും ട്രംപ് ഈ മലക്കം മറിയുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇനിയിപ്പോൾ പുതിയൊരു ഭരണാധികാരി വന്നാൽ, ഇപ്പൊ JD വാൻസ് വരുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, അദ്ദേഹം വന്നാൽ പോലും അദ്ദേഹം ആദ്യം ശ്രമിക്കുന്നത് ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാനായിരിക്കും. കാരണം ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള സാധ്യതകളില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയും ട്രേഡിങ് പല വഴിക്ക് ഒരു 6 monthsനകം ഈ ട്രേഡിങ് പല വഴിക്ക് നീങ്ങുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ട്രേഡിങ്ങിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ കിട്ടും. കാരണം നെഗോസിയേഷൻ പവർ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് നെഗോസിയേഷൻ പവർ വേണമെങ്കിൽ അല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് അയ്യോ അത് പോകുന്നല്ലോ എന്ന് ചിന്തിക്കാം. നാളെ ഇത് പല രാജ്യങ്ങളിലേക്കാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് അവർക്ക് വിതരണം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഈ അമേരിക്കയിലേക്ക് ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താണ്? അവർ വന്നൊരു ട്രേഡിങ്ങിന് വരുമ്പോൾ എന്ത് പറ്റും? ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ട്രേഡ് കരാർ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം അവർക്ക് ഇത് പ്രഷർ ചെലുത്താൻ പറ്റില്ല. അവർ പറയാം നിങ്ങളുടെ തുണി വേണ്ടെന്ന്. തുണി ഞങ്ങൾ പണ്ടേ വേണ്ടെന്ന് വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾ പലർക്കും കൊടുത്തത്. ഇപ്പൊ നിങ്ങളുടെ കയറ്റി അയക്കാൻ തുണിയിലെ കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ. അപ്പൊ പിന്നെ അതിനകത്ത് ഒരു നെഗോസിയേഷൻ പവർ കൂടും. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. കാരണം ബിൽ ക്ലിന്റന്റെ ആ ഒരു കാലം തൊട്ടാണ് ഇന്ത്യയുമായിട്ട് ഈ അമേരിക്ക കുറച്ചുകൂടെ അടുത്ത് തുടങ്ങുന്നത്. അതിനുമുമ്പ് നമുക്കെതിരെ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നല്ലോ അമേരിക്കയുടെ. അപ്പം അടുത്ത് തുടങ്ങുന്നതും ആ ഒരു ബന്ധം സ്മൂത്താക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ അതിനുശേഷമാണ്. അതെല്ലാം ഒറ്റയടിക്ക് കുളവാക്കി എന്ന്
മാത്രമല്ല, നമ്മുടെ ഈ ടി പി സെൻകുമാർ പറഞ്ഞത് നിനക്ക് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു ശത്രുത തീർത്തു എന്നുള്ളതാണ് ട്രംപ് ഭരണകാലത്ത് ട്രംപ് ചെയ്ത ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പാകിസ്ഥാനേക്കാളും വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിർത്തി പ്രശ്നമുണ്ട്, ടിബറ്റൻ പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ ട്രേഡിങ്ങിൽ ചില ഇഷ്യൂസുകളുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഒറ്റയടിക്ക് തൽക്കാലത്തേക്കെങ്കിലും മറക്കാനും അവർ ഒരുമിച്ചിരിക്കാനും ചർച്ച ചെയ്യാനും ഇടയായത് ശ്രീ ട്രംപാണ്. ഒപ്പം തന്നെ ഈ ഷീ ജിൻപിങ് ഇത്രയും ആത്മാർത്ഥത്തോടെ ചാടി ഇറങ്ങാൻ കാരണം അതാണ്. പുടിൻ വീണ്ടും ഒരു ലീഡർ എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കാരണവും ട്രംപാണ് എന്നുള്ളതാണ്. അതായത് ട്രംപിലേക്ക് മാത്രമാണ് ഇപ്പൊ അമേരിക്കയിലെ നയതന്ത്ര വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ കുറ്റം ചാർത്തി തുടങ്ങുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. കാരണം അമേരിക്ക ഇതുവരെ പിന്തുടർന്ന, അതായത് പണ്ട് മുതലേ അല്ല, ബിൽ ക്ലിന്റന്റെ കാലം മുതൽ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത, അതായത് ആ മുറിവുണക്കി ഒന്ന് പരുവത്തിലേക്ക് കൊണ്ടുവന്നതാ ഒരു ബന്ധം. അടി ഒലഞ്ഞ നാശമായ ഒരു ബന്ധത്തെ കുറച്ചെങ്കിലും കൊണ്ടുവന്നതാണ്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ട്രംപ് അത് മൊത്തത്തിൽ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി ആ ബന്ധം കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ കാലതാമസം ഉണ്ടാകും, കൂടിച്ചേരാതിരിക്കില്ല, കൂടിച്ചേരും. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഇത് രണ്ട് രാജ്യങ്ങളും ശത്രുത ആകില്ല, ഒരിക്കലും രാജ്യങ്ങൾ തമ്മിൽ ഇത് ശത്രുത ആകില്ല. ഈ ഒരു അകൽച്ച അതൊരു വലിയ രീതിയിൽ നിഴലിക്കും. പക്ഷെ ആ അകൽച്ച ഇത്തവണ ഉണ്ടായിരിക്കുന്ന അകൽച്ച, മുമ്പും അമേരിക്കയും നമ്മളുമായിട്ട് ഒരുപാട് തവണ അകന്നിട്ടുണ്ട്, അമേരിക്ക നമുക്ക് പണിയും തന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഉണ്ടായ അകൽച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ അകൽച്ച ഒരു ശക്തമായ ലോകക്രമത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഒരു അലയൻസിന് ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. RIC ട്രോയ്ക്ക എന്ന് പറയുന്നത് ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു അല രൂപം കൊണ്ടു എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ഇന്ത്യ ഒറ്റയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നതിന് ഇപ്പോൾ ഈ അടി കിട്ടിയവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കിതിന് പറയാൻ കഴിയുന്നത്.